നമസ്കാരം. ഇന്ന് ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യകാല പ്രവർത്തകരിലൊരാളായ ശ്രീ RV ഷേണായി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം ആദ്യകാല പ്രവർത്തകൻ എന്ന് മാത്രമല്ല, സാറിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ തുല്യമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും പ്രവർത്തികളും എല്ലാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, സാറിൻ്റെ അടുത്തേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തികളാണ് അദ്ദേഹം പരിചയമായ അന്നു മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നത്. പലപ്പോഴും ആർത്ഥികമായിട്ടും മറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബുദ്ധിമുട്ട് വരുമ്പോഴും അദ്ദേഹം ഒരു കൈത്താങ്ങായിട്ട് എപ്പോഴും സാറിൻ്റെ അരികിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ സാറിൻ്റെ എന്ന് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പ്രവർത്തകരോടും അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നതും. അദ്ദേഹത്തെ എല്ലാവരും ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ മട്ടിലായിരുന്നു കണക്കാക്കിയിരുന്നതും. തീരെ വയ്യാതാവുന്നതുവരെ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയും അദ്ദേഹത്തിന് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ മകളുടെ വിവാഹ സമയത്തും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെ അദ്ദേഹവും സാറിൻ്റെ ജ്യേഷ്ഠൻ ശ്രീനിവാസൻ സാറും മറ്റും ഓടിയെത്തിയിരുന്നു. അങ്ങനെ ഒരു കുടുംബം എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സാറ് പോയ ആ ദുഃഖം കെടാതെ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഷേണായി സാറിൻ്റെ ദേഹവിയോഗവും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഭാരതവന്ദനം എന്ന പ്രാർത്ഥന വളരെ പ്രശസ്തമായിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാരതവന്ദനം സാറ് എല്ലാ പ്രോഗ്രാമിൻ്റെ സമയത്തും അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചൊല്ലിക്കുമായിരുന്നു. മാത്രമല്ല, അത് ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CD-കളിലും സാറ് അതിനകത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷേണായി സാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹം ആലപിച്ച ആ ഭാരതവന്ദനം ഇതോടൊപ്പം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും സാറിൻ്റെയും ഈ ദേഹവിയോഗം ഇൻസ്റ്റിറ്റ്യൂട്ടിന് താങ്ങാനാവാത്ത നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭാരതഭൂമിയോടുള്ള രാഷ്ട്രഭക്തി കവിഞ്ഞൊഴുകുന്ന ആ കീർത്തനം സാറിൻ്റെയും ഷേണായി സാറിൻ്റെയും സ്മരണയ്ക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അശ്രുപൂജയായി ഇവിടെ സമർപ്പിക്കുന്നു. നമസ്കാരം. ശതശതവന്ദനം ഋഷിനാടേ ശുഭദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ ധർമ്മഗ്ലാനി വരുത്തിടാൻ അസുരതാണ്ഡവമാടുമ്പോൾ യുഗസാരഥി തൻ ശംഖുരിയാൽ ധർമ്മം വാഴ്ത്തിയ പ്രിയനാടേ നിൻ പാദം കണി കാൺമാനായി നിൻ കാൽ പൂമ്പൊടിയണിയാനായി ദിവ്യേസുരവരക്ഷമരായി നിൽപ്പൂ നടയിൽ യുഗയുഗമായി പുല്ലായെങ്കിലുമീ മണ്ണിൽ പുലരാൻ പുണ്യമുദിച്ചെങ്കിൽ ജീവൻ സാർത്ഥകമായെന്നായി തപമവരനിശം ചെയ്തില്ലേ
മമ ജന്മാന്തര സുകൃതത്താൽ മാതാവേ നിൻമടിയിൽ ഞാൻ വന്നു പിറന്നു മാനവനായി. വന്ദേ തവ പദസേവകനായി. വേണ്ട വേറൊരു മോക്ഷം മേ, വേണ്ട പരമൊരു സ്വർഗം മേ. സ്വർഗം നീയേ മോക്ഷം നീ, അഭയേ അമലേ അമിതബലേ. ശതശത വന്ദനം ഋഷിനാടേ. സുഖദേ ശുഭദേ ജയദേ. ജനമനഹിത ശുഭവരദേ. ജനമനഹിത ശുഭവരദേ. ജനമനഹിത ശുഭവരദേ.